ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി പഴവും ഈത്തപ്പഴവും വെച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് കേട്ടോ. നല്ല ടേസ്റ്റിയുമാണ്, ഈസിയുമാണ് കേട്ടോ ഉണ്ടാക്കാൻ. ലെയറൊന്നുമല്ല, ഒറ്റ ലെയറായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറുപഴം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ 2 എണ്ണം എടുത്തോട്ടോ. റോബസ്റ്റ പഴം ആയതുകൊണ്ട് ഒന്ന് മതി. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിംഗ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പുഡിങ്ങിൽ നിങ്ങൾ നേന്ത്രപ്പഴം ചേർക്കണ്ട, കാരണം ഡേറ്റ്സ് ചേർക്കുന്നതുകൊണ്ട് ഡേറ്റ്സിൽ കോമ്പിനേഷൻ ഈ ചെറുപഴവും റോബസ്റ്റ പഴവും തന്നെയാണ്. അപ്പോൾ പഴം കംപ്ലീറ്റ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡേറ്റ്സ് വേണം. ഞാനിപ്പോൾ ഒരു 7 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അരഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ കുതിർത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ 1/2 കപ്പ് പാലിലാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ പാല് പഴത്തിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ആ ഒരു മിക്സിയിലേക്ക് തന്നെ ആഡ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം. പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അത് അരക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനൊരു 7 ഗ്രാമോളം ചൈന ഗ്രാസ് കുതിർത്തി വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ ഒരു പുഡിംഗ് 2 കപ്പ് ക്വാണ്ടിറ്റിയാണ് വരുന്നത്. അപ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് നമ്മൾ പൊതുവേ എടുക്കാറുള്ളത്. ഇതിൽ പഴമായതുകൊണ്ട് അധികം ചൈന ഗ്രാസിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ചൈന ഗ്രാസ് ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ കോൺഫ്ലോർ വെച്ചിട്ടും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇതുപോലെ ബ്ലോക്കായിട്ട് കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയും ചെയ്യാം. ഇത് നമുക്കൊന്ന് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് മാറ്റാം. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നിങ്ങൾ ഫ്ലെയിം കൂട്ടിയാലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ചൈന ഗ്രാസ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച പഴത്തിൻ്റെ കൂട്ട് നമുക്കൊരു സോസ് പാനിലേക്ക് മാറ്റാം. ഇത് കണ്ടില്ലേ, കുറച്ച് നല്ല കട്ടിയുണ്ട്. ഡേറ്റ്സ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പക്ഷെ നമ്മൾ പുഡിങ് ഉറച്ച് കഴിഞ്ഞാൽ പിന്നെ മധുരം ഇല്ലാത്ത പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. നിങ്ങളെ മധുരം പോലെ ചേർത്ത് കൊടുക്കാം. എന്തായാലും സെറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് മെൽറ്റായി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും പ്രശ്നമില്ല. പക്ഷെ നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് പഴത്തിൻ്റെ കൂട്ടിലേക്ക് തന്നെ ഒഴിക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നോക്കണം കേട്ടോ മധുരം ഉണ്ടോയെന്ന്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. നല്ലോണം തിളച്ച് പോകരുത്, പഴത്തിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും പഴം കുക്കായി കഴിഞ്ഞാൽ. ഈ മിക്സ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. തിളക്കരുത്, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു 3 ഡ്രോപ്പ് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഒട്ടും നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പഴത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് മുന്നിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 3 ഡ്രോപ്പ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ വാനില ഷുഗർ ആണെങ്കിൽ നിങ്ങൾക്ക് അതും ചേർക്കാം. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള മോൾഡിലേക്ക് മാറ്റണം. ഞാനിപ്പോൾ ഒരു സിലിക്കൺ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കിയുള്ളത് ഒരു ഗ്ലാസിൻ്റെ ട്രേ ഉണ്ട്. അപ്പോൾ അതിൽ ഒഴിച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിലാണ് പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കേണ്ടത്. ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല സെറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ അധിക സമയമൊന്നും ഇതിനാവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഈ ഒരു തരിതരിപ്പ് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഡേറ്റ്സിൻ്റെ കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂറാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിൽ നിന്ന് പുറത്തെടുക്കാം. ഈ ഒരു മോൾഡിൽ നിന്ന് കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പുറത്തേക്ക് വന്നോളും. കണ്ടില്ല, ആ ഒരു ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് കേട്ടോ. അതുപോലെ മറ്റേത് നമുക്കൊരു ബ്ലോക്കായിട്ട് കട്ട് ചെയ്തെടുക്കാം.
എല്ലാം സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്തോ. പിന്നെ ചൈന ഗ്രാസ് ഞാൻ പറഞ്ഞല്ലോ, നിർബന്ധമില്ല, നിങ്ങൾക്ക് കോൺഫ്ലോർ ചേർത്തിട്ടും സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ റെസിപ്പിയാണ് എനിക്കറിയാം എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.